മുതലും പലിശയായിട്ട് 500 മേലെയായി. അന്തോണി തരികടിയാണെന്ന് എന്നോട് പലരും പറഞ്ഞതാ. പക്ഷേ എൻ്റെ അടുത്ത് അവൻ്റെ അഭ്യാസം ഒന്നും നടക്കുകയില്ല. നിനക്കറിയാവല്ലോ. പഴകഞ്ഞില്ലേടി? ദോശയെങ്കിൽ ദോശ തിന്നു കൊഴുത്തോ. അന്തോണി രാവിലെ കവലേ വരും. ഇന്ന് ഞാൻ അവനെ കയ്യോടെ പൊക്കും. നിങ്ങൾക്ക് ഈ പലിശയുടെ വിചാരം മാത്രം മതിയല്ലോ. നിനക്കിതൊക്കെ പറയാം. ഞാനല്ലേ കഷ്ടപ്പെടണേ. എന്തോരം കാശ ഓരോരുത്തന്മാർ എന്റെ കൊണ്ടുപോയി തിന്നണേ. കൊറേയൊക്കെ നിന്റെ ദാനധർമ്മം കൊണ്ടാവട്ടോ. ഓ, വലിയ കാര്യായിപ്പോയി. ആഹാ, നിങ്ങളിപ്പോ വന്നു. നീ അങ്ങോട്ടെങ്കിലും പോവാണോ? ഈപ്പച്ച മുതലാളിയുടെ കമ്പനിയില് പണി ശരിയായിട്ടുണ്ട്. നിനക്കിതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റണോ രുക്മിണി? ജീവിക്കണ്ടേ ചേച്ചി? പിള്ളേരെ പട്ടിണിക്കിടാൻ പറ്റുമോ? ഇവിടെ കാര്യത്തിലെ ഒരു മനപ്രയാസമുള്ളൂ. ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെയാ പോകുന്നത്? അതിന് നീ പ്രയാസപ്പെടണ്ട. നീ വരുന്നത് വരെ അവൾ ഇവിടെ ഇരുന്നോളും, എനിക്കൊരു കൂട്ടായിട്ട്. അല്ലോടി? അടങ്ങി ഒതുങ്ങി നിന്നോണം ചേച്ചി. നീ സമാധാനായി പോയിട്ട് വാ. വാ മോളെ. വരുന്നില്ലേടി? നേരം വൈകാൻ മുതലാളിയുടെ മട്ടുമാറും. അങ്ങേരെ അവളെ ഒന്നും പറയലാന്നേ. രുക്മിണിയെ മുതലാളി ഓഫീസിലോട്ട് വിളിക്കണത്. വേഗം വലിയ മൂപ്പർക്ക് ചുണ്ടി കയറും. ഓ, ചെല്ല് ചെല്ല്, നേരം കളയണ്ട. വന്ന് കേറുന്നതിന് മുമ്പ് ആഫീസിലോട്ട് വിളി തുടങ്ങിയല്ല. അതെ അതെ. ഇതെങ്ങനെ എല്ലാവരും കിട്ടണ വിളിയല്ല. വേഗം ചെല്ല് ചെല്ല്. മുതലാളി അവള് വന്നിട്ട് നീ ഒന്ന് പോയാ പറഞ്ഞതും കുഴപ്പമായ. പണിയൊക്കെ ഇച്ചിരി കട്ടിയാ ഇല്ലയോ? കുഴപ്പമില്ല. വലിയ വീട്ടിലെ കൊച്ചാന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ഇവിടെ വന്ന് ഈ ചകിരിയുടെയും കാരൻ്റെയും ഇടയിൽ കിടക്കാനാ നിനക്ക് യോഗം. നിന്റെ കയ്യിൽ നിന്ന് പൊന്നും പണ്ടമൊക്കെ കിട്ടുമെന്ന് കരുതി ആ കള്ളം നിന്നെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത്. കുരങ്ങിൻ്റെ കൈ പൂമാല കിട്ടിയ പോലെ ആയില്ലയോ? നീ ഇവിടെ അങ്ങനെ വലിയ ഭാരിച്ച പണിയൊന്നും എടുക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ നിന്നാ മതി കേട്ടോ. എന്ന് കരുതി കൂലി കുറയത്തൊന്നുമില്ല. ഞാനല്ലയോ പറയുന്നേ. ഞാൻ പോട്ടെ. അവിടെ നിക്കടി. കൂലി കിട്ടാനേ ആഴ്ച അവസാനമാവും. തൽക്കാലം ഇത് വെച്ചോ. ആവശ്യങ്ങളൊക്കെ ഉള്ളതല്ലയോ? വേണ്ട മുതലാളി, ഇത് വെച്ചോ. ഞാനല്ലയോ തരുന്നേ. നീ ഇവിടെ കിടന്നിങ്ങനെ കഷ്ടപ്പെടേണ്ടവളൊന്നുമല്ല. എനിക്ക് നിന്നോടൊരു പ്രത്യേക സ്നേഹമാണ്. എന്നോടും ആ സ്നേഹം തിരിച്ചു വേണം കേട്ടോ. ദൈവത്തെ ഓർത്തന്നെ ഉപദ്രവിക്കരുത്. ജോലി ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കണം. അല്ല ഇത്തിരി ധൃതി കൂടിപ്പോയോ എന്നൊരു സംശയം. പോട്ടെ മുതലാളി. ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെ ചാടിയ ചട്ടിയോളം. അയ്യോ ഓടി 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 വരണേ. അയ്യോ എന്താ പറ്റി? അലറങ്ങി തന്നോ? എന്ത് പറ്റി? എന്താ പിടിക്കടി പെണ്ണുങ്ങളെ. വെള്ളം കൊണ്ടുവാ. രുക്മിണി, രുക്മിണി, എന്നാ പറ്റി? ശീലമില്ലാത്ത പണി ചെയ്തിട്ടാ? എന്തു പറ്റിയടി മോളെ? വിശേഷം വല്ലതും ഉണ്ടോടി?
പെട്ടെന്നൊന്നും തല ചുറ്റി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആസ്പത്രി പോണമെങ്കിൽ മുതലാളിയോട് പറയാം. നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലടി പെണ്ണുങ്ങളെ. ഇത് സംഗതി വേറെയാ, സംശയിക്കാനൊന്നുമില്ല. ഇത് തന്നെയാ. കെട്ടിയോൻ പോണ പോക്കിൽ ഒന്നിനെയും കൂടെ തന്നേച്ചു പോയി അല്ലേ? അപ്പൊ അത് ശരി, അതാണല്ലേ കാര്യം. വളർച്ചയും തളർച്ചയും കണ്ടപ്പോ എനിക്കും അങ്ങനെ തോന്നി. കെട്ടിയോനുമായിട്ട് വഴക്കും വക്കാണോ ആണെങ്കിലും ഇതിനൊരു കുറവുമില്ല. നിങ്ങൾ എല്ലാരും കൂടി എന്നാ പൂരം കണ്ടോണ്ട് പോയി പണിയെടുക്കും പെണ്ണുങ്ങളെ. നമുക്ക് നമ്മുടെ പണി നോക്കാം. വാ. ആ അത്തിപ്പഴം പഴുക്കുമ്പോ കാക്കയ്ക്ക് വായ്പുള്ളൂ. ഓ ദൈവം തരുന്ന തന്നെയാ. അതിന് വലിയൊരു ഭാഗ്യവും വേണം. എന്നാലും ഇതുങ്ങളെ രണ്ടുപേരും നോക്കാൻ നീ പെടാപാട് പെടുക. അതിനിടയിൽ ഇനി ഒരാളെ കൂടി, അതും ഒരു പെൺകുട്ടിയാണെങ്കിൽ. ഇല്ല ചേച്ചി, ഇതൊരു ആൺകുട്ടി തന്നെയാ. അവനെ കൊണ്ട് എൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും തീരും, എനിക്കുറപ്പാ. കുറച്ചുകൂടി കഴിഞ്ഞാൽ നീ എങ്ങനെ ജോലിക്ക് പോവുക? ഇങ്ങനൊരവസ്ഥയിൽ കമ്പനിയിലെ പണി നിനക്ക് പറ്റുമോ? എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ഈ കുഞ്ഞിനെ വളർത്തും ചേച്ചി. അത് തന്നെയാ ശരി. ആരും ഇല്ലാത്തവർക്ക് ദൈവം തുണി ഉണ്ടാവുമല്ലോ. അയ്യോ, നിങ്ങൾക്കൊരു വാവ ഉണ്ടാവും പോണോന്ന്. ഇനിയിപ്പോ കളിക്കാൻ ഒരാൾ കൂടി ആവുമല്ലോ. വിളക്ക് വെക്കാൻ സമയമായി. ശരി. വാ. മതിയടാ. നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങി വരികയായിരുന്നു. അപ്പോഴല്ലേ ഈ കേൾപ്പം. പതിയെ പറ, അന്നാമ്മ കേക്കും. എനിക്ക് അവളെ ആദ്യം കണ്ടപ്പോ തോന്നിയ ഒരു മോഹമാ. അതിപ്പോഴും ഇങ്ങനെ അതുപോലെ നിൽക്കുക. ആ മോഹം കയ്യിൽ വെച്ചേര്. ഈ അവസ്ഥയിൽ എന്നാ ചെയ്യാനാ? എനിക്ക് എവിടെയെങ്കിലും ഒന്ന് നടന്നു നിർത്തണം. ഓ ദാ വരുവാ. നീ ഒന്നും കൂടെ ഒഴിച്ചാ മുതലാളി, അത് മുടക്കണ്ട, അങ്ങ് ചെല്ലു. അല്ല മുട്ട മുട്ട നിന്റെ. ആ നല്ല മുട്ട. ആ എന്നാ പിന്നെ ഇതും മുടക്കണ്ട. ഈ വയസ്സാം കാലത്ത് ഇയാൾ എന്നാ ചെയ്യാനാ?